18 പ്രളയമൊന്നും അത്ര വലിയ ഈ ക്ലൗഡ് ബേസ്റ്റ് കാരണമൊന്നും ഉണ്ടായതല്ല. പക്ഷെ 19 സംഭവിച്ചത് അതായത് മധ്യ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച മഴ മഴമേഘങ്ങൾ, കൂമ്പാരമേഘങ്ങൾ, പക്ഷെ വന്ന് പെയ്തത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന താപനില എന്ന് പറഞ്ഞാൽ ഈ അളക്കുന്ന താപനിലയും നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന താപനിലയും തമ്മിൽ യാതൊരു മാച്ചിങ്ങും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കാർബൺ സ്പേസ്, എന്താണ് ഇനി അവശേഷിക്കുന്ന കാർബൺ സ്പേസ് എത്രയാണ്, അതിൽ നമ്മുടെ ജനസംഖ്യയ്ക്ക് ഉപയോഗിക്കേണ്ട കാർബൺ സ്പേസും കൂടി അമേരിക്കക്കാരന് ഉപയോഗിച്ച് കഴിഞ്ഞത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള? കേരളത്തിൽ ലഘുമേഘവിസ്ഫോടനമല്ല, മേഘവിസ്ഫോടനം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തൊട്ട് താഴെ വരെ വെള്ളമുണ്ട്, രക്ഷപ്പെട്ടു എന്ന് പറയലും പിൻവാങ്ങിയ മഴ ആർത്തലച്ച് 8:15 മുതൽ ഒരു 10:15 വരെ പെയ്തു. 15-20% മാത്രമേ കൊച്ചിയിലേക്ക് കയറുമെന്നുള്ളൂ. ബാക്കി 70% പെയ്തത് കടലിലാണ്. ഈ ചൂട് ഇത്രയും കൂടാൻ നമ്മുടെ ജീവിത രീതിയാണോ പ്രശ്നം, അല്ല നമുക്ക് തടയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമാണോ? പക്ഷെ അന്ന് പലരും എന്നെ കളിയാക്കുകയും എന്നെ ധാരാളം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമോ സംഭവിക്കുന്ന പ്രതിഭാസമല്ല. ഇനിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് കാരണം. നമസ്കാരം, ഞാൻ എം അനിൽകുമാർ, കൊച്ചിയുടെ മുൻ മേയർ. ഇന്ന് എന്നോടൊപ്പം സംസാരിക്കാനുള്ളത് പ്രൊഫസർ എസ് അഭിലാഷ്. അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ റഡാർ റിസർച്ച് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. നമസ്കാരം സർ, സ്വാഗതം ഈ പോഡ്കാസ്റ്റിലേക്ക്. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ, നമ്മളെല്ലാവരും, സാറ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഞങ്ങളെപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം ഉയർന്നു വരുന്ന ഈ താപനിലയാണ്. ചൂട് അസഹനീയമാണ്. ഇത്രയും ചൂട് എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഈ ആഗോളതാപനത്തെ പറ്റിയൊക്കെ ആവർത്തിച്ചൊക്കെ സംസാരിച്ചിരുന്നെങ്കിലും ഇത്രയും ചൂട് കൂടും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താണ് ഇതിന് ഇത്ര ചൂട് ഈ വർഷം വർദ്ധിക്കാനുള്ളൊരു കാരണം? സാർ സൂചിപ്പിച്ചതുപോലെ ആഗോളതാപനമാണ് ഇതിൻ്റെ മൂലകാരണം. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള പല ഘടകങ്ങളും പിന്നെ കാലാവസ്ഥാപരമായ പല സങ്കീർണതകളും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് അസഹനീയമായിട്ടുള്ള ഈ ചൂട് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിൽ ഇപ്പോൾ 2024 ലോകവ്യാപകമായിട്ട് ഏറ്റവും ചൂട് കൂടിയ വർഷം. 1850-കൾക്ക് ശേഷമുള്ള കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചൂട് കൂടിയ വർഷം 2024 ലോകവ്യാപകമായിട്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ചൂട് കൂടിയ 10 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷങ്ങളിലാണ്. അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് ആഗോള താപനത്തിൻ്റെ ഒരു സിഗ്നലാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രാദേശികമായിട്ടുള്ള പല ഘടകങ്ങളിലൂടെ അതിനോടൊപ്പം ചേർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അസഹനീയമായിട്ട് തോന്നുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പീക്ക് സമ്മർ എന്ന് പറയുന്നത് സൂര്യൻ നമ്മുടെ കേരളത്തിൻ്റെ മുകളിലേക്ക് എത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് മാർച്ച് പകുതിക്ക് ശേഷം ഏപ്രിൽ ലാസ്റ്റ് വരെയാണ്. അപ്പോൾ ആ സമയത്ത് മഴയും കൂടി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടും. അപ്പോൾ ഈ സൂര്യൻ വടക്കോട്ട് അല്ലെങ്കിൽ സൂര്യൻ്റെ ലംബമായ കിരണങ്ങൾ വടക്കോട്ട് സഞ്ചരിക്കുന്നതിനനുസരിച്ച് ചൂടിൻ്റെ കാഠിന്യം കൂടി വരുന്നത് അത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സൈക്ലിക്കായിട്ട് നടക്കുന്ന ഒരു പ്രത്യേകതയാണ്. പക്ഷെ ആ സമയത്ത് സൂര്യൻ്റെ ലംബമായ കിരണങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തുമ്പം ഉള്ള അന്തരീക്ഷ ഘടകങ്ങളൂടെ ചേരുമ്പോഴാണ് ഇതിനെ കൂടുതൽ തീവ്രമാക്കുന്നതും അല്ലാതാക്കുന്നതും. അപ്പോൾ ഈ വർഷം നടന്നത് ഇത് സൂര്യൻ നേരെ മുകളിൽ വന്ന സമയത്ത് മഴ മാറി നിന്നു. കാരണം ഏപ്രിൽ മാസം നമുക്കൊരു 60%, 40 മുതൽ 60% മഴയുടെ കുറവാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ മഴമേഘങ്ങൾ മാറി നിന്നതാണ്. പ്രത്യേകിച്ചും ഈ അൾട്രാവയലറ്റ് ബി കിരണങ്ങൾ, സൂര്യനിൽ നിന്ന് വരുന്ന ശക്തി കൂടിയ അല്ലെങ്കിൽ തീവ്രത കൂടിയ കിരണങ്ങളാണ്. അത് സർഫസിൽ കൂടുതൽ എത്തിച്ചേരുന്നത്. ഇപ്പം സൂര്യൻ്റെ ലംബമായ കിരണങ്ങൾ വരുമ്പം അന്തരീക്ഷത്തിൽ കൂടി കുറച്ച് ദൂരം മാത്രം സൂര്യരശ്മികൾക്ക് സഞ്ചരിച്ചാൽ മതി. അപ്പോൾ അന്നേരം ഈ തീവ്രത കൂടിയ കിരണങ്ങൾ പലതും അബ്സോർവ് ചെയ്യപ്പെടുത്തില്ല, സർഫസിലെത്തും. അതുകൊണ്ടാണ് പല പ്രദേശങ്ങളിലും ഈ അൾട്രാവയലറ്റ് ഇൻഡെക്സ് 8 മുകളിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടായതും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഈ സൺബേൺ, സൂര്യാതപത്തിൻ്റെ പ്രധാന കാരണം അതാണ്. ഇത് കൂടാതെ നമ്മുടെ വടക്കേ ഇന്ത്യയിലൊരു എതിർ ചക്രവാത കാറ്റ് ഉയർന്ന മർദ്ദത്തിൽ ചൂട് കൂടിയ
അവിടെ നിന്ന് പ്രവഹിക്കുന്ന കാറ്റുകൂടി പാലക്കാട് ഗ്യാപ്പ്, പുനലൂർ ഗ്യാപ്പ് വഴി കേരളത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിളായിട്ടുള്ള ഘടകങ്ങൾ പ്രതികൂലമായിട്ട് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസം അനുഭവിച്ചത്. ഇതിനിടയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു തോന്നൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ അപഗ്രഥിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ജീവിത പരിസരത്ത് എനിക്കങ്ങനെ തോന്നുന്നതാകാം. സാറിപ്പോൾ പറഞ്ഞപ്പോൾ 2024 കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂടാണ്, ഇതിൽ തന്നെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ചൂട് 24-ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും 24-ൽ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂട് 24-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? 1. 2, ഈ നമ്മളെല്ലാവരും ഇങ്ങനെ പലതരത്തിൽ ഈ ഊഹാപോഹങ്ങൾ അനുസരിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. 42 ഡിഗ്രിയായി, 40 ഡിഗ്രിയായി. ഇപ്പം ഞാൻ ഹിന്ദു പത്രം എടുത്തിട്ട് ഈ നമ്മുടെ എല്ലാ മാക്സിമം മിനിമം ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മറന്നു പോകും. പക്ഷെ പിന്നീട് മിക്കവാറും നോക്കുമ്പോൾ ഈ കൊച്ചി രേഖപ്പെടുത്തുന്നത് ഒരു 33, 34 ഇതിനൊന്നും മുകളിലേക്ക് കയറുന്നതായി തോന്നി. ശരിക്കും എത്ര ചൂടാണ്? അത് ഈ വർഷം ഏറ്റവും കൂടുതലായിരുന്നു. അല്ല, അത് ഈ താപനില അളക്കുന്ന ഒരു രീതിയും നമ്മൾ അനുഭവിക്കുന്ന ചൂടും തമ്മിൽ വലിയ വൈരുദ്ധ്യമാണ്. ഈ ചൂട് പൊതുവെ നമ്മൾ അളക്കുന്നത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ വലിയൊരു ഈ തടിക്കൂടിനുള്ളിൽ സ്റ്റീവൻസൺ സ്ക്രീൻ എന്നാണ് അതിനെ സയൻറ്റിഫിക്കലി പറയുന്നത്. ഒരു തടിക്കൂടാണ്. ഈ വായുസഞ്ചാരം നല്ല തോതിൽ കടക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഈ വെന്റിലേറ്റർ പോലിരിക്കും, എ സിയുടെയൊക്കെ. അപ്പം വെൻറ്റ് പോലിരിക്കും. അപ്പം അതിനകത്തിൽ അളക്കുന്ന, അപ്പോൾ അതിൽ ആ തെർമോമീറ്ററിൽ യഥാർത്ഥത്തിൽ ഡയറക്റ്റായിട്ട് സണ്ണിൻ്റെ സൂര്യരശ്മികൾ പതിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സൂര്യപ്രകാശം പലതരത്തിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന താപനില എന്ന് പറഞ്ഞാൽ ഇതും ഈ അളക്കുന്ന താപനിലയും നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന താപനിലയും തമ്മിൽ യാതൊരു മാച്ചിങ്ങും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പുതിയ വിവരമാണ്. അതായത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ചൂട്. പക്ഷേ സയൻറ്റിഫിക്കായി, ശാസ്ത്രീയമായി ആ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് മനസ്സിലാക്കുന്നത് മാത്രമേ ശാസ്ത്രത്തിന് പറയാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഏതാണ്ടൊരു ശതമാനം വരെയാണ് ഇത് പറയാം. അപ്പോൾ പക്ഷെ സത്യത്തിൽ എത്ര, ഈ അളന്നത് എത്രയുണ്ട്? 38 എന്നൊക്കെ പറയുന്നത് വെറുതെയാണോ? അല്ലെങ്കിൽ അളക്കുന്നത് ഏറെക്കുറെ അങ്ങനെ പറ്റുമോ നമുക്ക്? ഇപ്പോൾ ഏത് അതല്ല, അത് എത്ര വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ വർഷം. അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ സ്പെല്ലിൽ, കഴിഞ്ഞ ഈ ചൂട് കൂടിയ സമയത്ത്, ഇപ്പം 2-3 ദിവസത്തിന് മുമ്പ് നമ്മുടെ നേവൽ ബേസിൽ, സാറ് പറഞ്ഞത് കറക്റ്റാണ്, നേവൽ ബേസിലെ താപനിലയാണ് എറണാകുളം സിറ്റിയുടെ താപനിലയായിട്ട് കാണിക്കുന്നത്. അപ്പം നേവൽ ബേസിലെ താപനില 33 ഡിഗ്രിയേ ഉള്ളൂ. നേവൽ ബേസ് അറിയാമല്ലോ, നേവൽ ബേസ് സാറ് കൊച്ചിയുടെ മേയറായിട്ടിരുന്ന ആളല്ലേ. നേവൽ ബേസിന് ചുറ്റും വാട്ടർ ബോഡീസ്, മരങ്ങളുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർബൻ ഏരിയയിലാണെങ്കിലും അതിനുള്ളിലൊരു റൂറൽ ഒരു സെറ്റപ്പാണ് നേവൽ ബേസിനുള്ളിൽ. അതിനുള്ളിൽ അപ്പോൾ അല്ലെങ്കിൽ പള്ളുരുത്തി, ആ ഒരു വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പ് കൂടിയ സ്ഥലമാണ്. അപ്പോൾ അതൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അർബൻ ഏരിയ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. 33 ഡിഗ്രിയേ ഉള്ളൂ ഈ ചൂട് കൂടിയിരിക്കുന്ന സമയം എന്ന് പറയുമ്പോഴും അവിടെ അത് കറക്റ്റാണ്, ആ താപനിലയുടെ അളവ് കറക്റ്റാണ്. പക്ഷേ നമ്മൾ സിയാലിലും ഇതുപോലൊരു താപനില അളക്കുന്ന കേന്ദ്രമുണ്ട്. അവിടുത്തെ താപനില പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതേ ദിവസം തന്നെ 37 ഡിഗ്രിയാണ്. അപ്പോൾ സാറ് മനസ്സിലാക്കണം, ഈ ഒരു സിയാലും നേവൽ ബേസും തമ്മിൽ 40 കിലോമീറ്റർ, അത് എറണാകുളം ജില്ലയിലെ തന്നെ 2 സ്ഥലങ്ങളിൽ 40 കിലോമീറ്ററിനുള്ളിൽ തന്നെ 4 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഈ അളക്കുന്ന താപനിലയിൽ തന്നെ. ഇനി അളക്കുന്ന താപനിലയെ പറ്റി അങ്ങ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരെ, എനിക്കിപ്പോൾ മേയർഷിപ്പിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ലെങ്കിലും സാധാരണഗതിയിൽ ഈ സമയത്ത്, നല്ല ചൂടുള്ള സമയത്ത് ഞാൻ സാധാരണ ആലോചിക്കാൻ മഴയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാതെയും എറണാകുളം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കുറേ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഈ മഴ അളക്കാനുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു രസകരമായ കാഴ്ചയുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെയ്യുന്ന മഴയല്ല പള്ളുരുത്തി പെയ്യുന്നത്, പള്ളുരുത്തി പെയ്യുന്ന മഴയല്ല നമ്മുടെ എറണാകുളം മറ്റേ ഡർബാഹൽ ഗ്രൗണ്ടിൽ പെയ്യുന്നത്, ആ മഴയല്ല കളമശ്ശേരി പെയ്യുന്നത്, ആ മഴയല്ല ഫോർട്ട് കൊച്ചി പെയ്യുന്നത്. ഇത് സാധാരണഗതിയിൽ മനുഷ്യരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഞാൻ സത്യത്തിൽ അഭിലാഷ് സാറിനെ ശ്രദ്ധിച്ചത്, സാറിനെ ഞാൻ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. 2022 എനിക്ക് വേണം, നമ്മുടെ ഒരു ചെറിയ മിനി ക്ലൗഡ് ബേസ്റ്റ് ഞാൻ മേയറായി മുങ്ങിപ്പോയി. അപ്പോൾ 21-ൽ
യാതൊരു പ്രയാസവുമില്ലാതെ ഈ നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായില്ല എന്ന് എല്ലാവരും കൈയടിച്ചതിൻ്റെ തൊട്ട് പിറകെ 22 മുങ്ങിപ്പോയത്. പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഈ ഒരൊറ്റ വർഷമാണ്. ഇത് പലപ്പോഴും ഇങ്ങനെ സൈക്ലിക്കലായിട്ട് അരങ്ങേറുന്നുണ്ട്. അന്ന് അഭിലാഷ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രവചിക്കാൻ പറ്റിയില്ല എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചു. നിങ്ങളോടല്ല, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോട്. അപ്പോൾ അങ്ങ് പറഞ്ഞൊരു മറുപടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് മധ്യ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച മഴമേഘങ്ങൾ, കൂമ്പാരമേഘങ്ങൾ, പക്ഷെ വന്ന് പെയ്തത്, അങ്ങ് പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വന്ന് പെയ്തത് എറണാകുളം നഗരത്തിന് മുകളിലായിരുന്നു. ഞങ്ങളുടെ കളമശ്ശേരിയിലെ റെയിൻ ഗേജിൽ പോലും ഇത്രയും മഴ അന്ന് അളന്നില്ല എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം കളമശ്ശേരിയിൽ ഭയങ്കരമായിട്ട് പെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരൊറ്റ ഏരിയക്കകത്തുള്ള കാലാവസ്ഥാ വ്യതിയാനം നേരത്തെ ഇങ്ങനെ ഉണ്ടോ? അല്ല, നേരത്തെയും ഈ പറഞ്ഞ പോലെ പല പ്രദേശത്തും ഇത്തരം തീവ്രമായിട്ടുള്ള മഴ ലഭിക്കാറുണ്ട്. പക്ഷെ അത് നോട്ടീസ് ചെയ്യും. അതിൻ്റെ അളവ് നമുക്ക് സാറ് സൂചിപ്പിച്ചതുപോലെ ഈ നമ്മൾ പല പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ഇത്തരം ഉപകരണങ്ങൾ വെച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരം അതിതീവ്രമായിട്ടുള്ള മഴ ക്യാപ്ചർ ചെയ്ത് തുടങ്ങിയത്. അല്ലേ സംഭവിക്കുന്നത്, ഈ മഴ പെയ്യുന്ന സ്ഥലത്ത് റെയിൻ ഗേജ് ഉണ്ടാകത്തില്ല. ഏറ്റവും തീവ്രമായിട്ട് മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ റെയിൻ ഗേജ് കാണത്തില്ല. അത് നമുക്ക് അളക്കപ്പെടാതെ പോവാം. അപ്പം പണ്ടും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം നമുക്കിത് ക്യാപ്ചർ ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്കത് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ 2022 കേസ് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഒരു മിനി ക്ലൗഡ് ബസ്റ്റിന് സമാനമായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു വലിയ മേഘക്കൂട്ടത്തിൻ്റെ ഒരു 15-20% മാത്രമേ കൊച്ചിയിലേക്ക് കയറി വന്നുള്ളൂ. ബാക്കി 70% പെയ്തത് കടലിലാണ്. അപ്പോൾ അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. അന്ന് ശരിക്കും എനിക്ക് 100% സത്യം പറഞ്ഞാൽ സാറിന്റെ ഭാഗ്യം കൊണ്ടായിരിക്കും അന്ന് ഒരുപക്ഷെ ആ ഒരു വലിയ മേഘക്കൂട്ടം കരയിലേക്ക് എനിക്ക് ആ മഴ ഓർമ്മയുണ്ട്. അതായത് 5 മണിക്ക് ആരംഭിച്ചു, എന്നിട്ടൊരു 8 മണി വരെ പെയ്തു, 3 മണിക്കൂർ. ഞാനത് എൻ്റെ വീട്ടിൽ നിന്ന് വളരെ വിഷമത്തിലാണ് ഞാൻ ഈ മഴ കാണുന്നത്. 3 മണിക്കൂർ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 5 മിനിറ്റ് നേരത്തേക്ക്, 10 മിനിറ്റ് നേരത്തേക്ക് മഴ നിന്നു. ഞാൻ എല്ലാ കൗൺസിലർമാരെയും, അതായത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കൗൺസിലർമാരെ മുഴുവൻ, സിറ്റിയിൽ ഞാൻ സുധാ ദിലീപിനെ വിളിച്ചു, പനമ്പള്ളി നഗറിൽ വിളിച്ചു. അവിടെ നമ്മുടെ ഒരു ചെയർമാൻ റെനീഷ് താമസിക്കുന്നുണ്ട്, ലോ ലൈങ് ഏരിയയാണ് പനമ്പള്ളി നഗറിൽ. ഇവരെല്ലാം വിളിച്ചപ്പോൾ ഇപ്പോൾ കൃത്യം വീടിൻ്റെ നമ്മുടെ പടവിൻ്റെ തൊട്ട് താഴെ വരെ വെള്ളമുണ്ട്, രക്ഷപ്പെട്ടു എന്ന് പറയലും. പിൻവാങ്ങിയ മഴ ആർത്തലച്ച് 8:15 മുതൽ ഒരു 10:15 വരെ പെയ്തു. ഞാനീ പറയുന്നത്, ഇങ്ങനെ നമ്മൾ വ്യത്യസ്തമായ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്, എന്താണ് കാരണം? ഈ ചൂട് ഇത്രയും കൂടാൻ നമ്മുടെ ജീവിത രീതിയാണോ പ്രശ്നം? അല്ല നമുക്ക് തടയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമാണോ? പ്രകൃതി നമ്മുടെ ഒന്നും പിടിയിൽ, നമുക്കൊന്നും മാറ്റിമറിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രകൃതിയുടെ ഓൺസ്ലോട്ടാണോ? തടയാൻ യാതൊരു മാർഗവുമില്ല. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് പോലെ താപനില എല്ലാ വർഷവും ഇങ്ങനെ കൂടി ഇത് മനുഷ്യനൊരിക്കലും തടയാൻ പറ്റാത്ത നിലയിൽ മനുഷ്യരാശിയെ തന്നെ അവസാനിപ്പിക്കും. എന്താണ് അങ്ങയുടെ നിരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ശാസ്ത്രലോകത്തിൻ്റെ നിരീക്ഷണങ്ങൾ? അല്ല, അത് ആഗോളതാപനം എന്തായാലും മനുഷ്യരാശിക്ക് ഒരു ഭീഷണിയായിട്ട് തുടരും. അത് ഒരു പക്ഷേ മനുഷ്യരാശിയുടെ എന്താ പറയുന്നത്, പല MIT പോലുള്ള ഗവേഷണ സ്ഥാപനങ്ങളുടെ പല സ്റ്റഡീസും ഉണ്ട്. ഇപ്പം ഭൂമിയിൽ ജീവനുണ്ടായതിന് ശേഷം ഒരു 5ഓളം ഈ വംശനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പലതും തീവ്രമായിട്ടുള്ള കാലാവസ്ഥ സംഭവങ്ങൾ മനുഷ്യനുണ്ടാകുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ സംഭവിക്കും. ദിനോസോർസും ഒക്കെ നശിച്ചു പോയത് അത് കാലാവസ്ഥാ വ്യതിയാനം ഒരു ഘടകമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 6ാമത്തെ ഒരുപക്ഷെ വംശനാശം ഭൂമിയിൽ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മാനുഷിക പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും എന്നുള്ള ഒരു വാണിങ്. അതിപ്പോൾ നാളെയോ മറ്റന്നാളോ സംഭവിക്കുമെന്നുള്ളതല്ല, ഒരുപക്ഷെ അത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുക്കായിരിക്കും, ചിലപ്പോൾ അത് 50,000 വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാം. അപ്പോൾ ആ ഒരു ടൈം സ്കെയിലിൽ ഉണ്ടാവുമെന്നാണ് അവരുടെ പഠനം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ അതിതീവ്ര മഴ എല്ലാ സ്ഥലങ്ങളിലും കൂട്ടും. ഇതിപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമോ സംഭവിക്കുന്ന പ്രതിഭാസമല്ല. ജർമ്മനിയിൽ സംഭവിച്ചിട്ടുണ്ട്, സ്പെയിനിൽ സംഭവിച്ചിട്ടുണ്ട്, ജപ്പാനിൽ സംഭവിച്ചിട്ടുണ്ട്. 2 ദിവസത്തിന് മുമ്പ് ചൈനയിൽ സംഭവിച്ചു. ഒറ്റ ദിവസം കൊണ്ട് 350 മില്ലിമീറ്റർ മഴയാണ് പെയ്യുന്നത് ഒറ്റ ദിവസം.
അതിൽ മണിക്കൂറിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ക്ലൗഡ് ബസ്റ്റിനേക്കാളും ഒക്കെ വളരെ മടങ്ങ് 2 മടങ്ങ് അധികം മഴയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാ പ്രദേശത്തും അപ്പം താപനില കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന നീരാവിയുടെ അളവ് കൂടും. അത് പിന്നീട് ഘനീഭവിച്ചിട്ടാണ് ഈ വലിയ മഴയായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങളിൽ ഈ 2022 19 ശേഷം ഉള്ള ഒരു 18 പ്രളയമൊന്നും അത്ര വലിയ ഈ ക്ലൗഡ് ബസ്റ്റ് കാരണമൊന്നും ഉണ്ടായതല്ല. പക്ഷേ 19 സംഭവിച്ചത് ഒരു ലഘുമേഘ വിസ്ഫോടനം. അപ്പോൾ അതിൽ നമ്മൾ പിന്നീട് മുന്നോട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ ലഘുമേഘ വിസ്ഫോടനമല്ല, മേഘവിസ്ഫോടനം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്ന് പലരും എന്നെ കളിയാക്കുകയും എന്നെ ധാരാളം വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളം ഈ മേഘവിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നത് പൊതുവായിട്ട് ഹിമാലയത്തിലും ഉത്തരാഖണ്ഡിലുമൊക്കെയാണ്. കേരളത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചറായിരുന്നു ഞാൻ മുമ്പേ സൂചിപ്പിച്ചത് 2022 ഞാൻ പറഞ്ഞല്ലോ. ആ ക്ലൗഡിൻ്റെ ഒരു 75% തിരിച്ച് കടലിലേക്ക് പോയി പെയ്തതുകൊണ്ടാണ് നമ്മളന്ന് രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ അന്നും എവിടെയെങ്കിലുമൊക്കെ 10 സെൻറ്റിമീറ്റർ മഴ അത് അളക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക. പക്ഷേ കഴിഞ്ഞ വർഷം കളമശ്ശേരിയിൽ അതിനുശേഷം ഞങ്ങളൊരു പ്രോജക്റ്റ് സാറ് സൂചിപ്പിച്ചതുപോലെ ഇത് പറയുമ്പം പ്രൂവ് ചെയ്യുക എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേറ്റയിലൂടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇത് അളക്കണമെങ്കിലോ ഈ മേഘവിസ്ഫോടനം പോലുള്ള മഴ ഇറക്കണമെങ്കിൽ അതിന് നിർവചിച്ചിരിക്കുന്നത് 1 മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ മഴ കിട്ടണം. അപ്പോൾ അതിന് വേണേൽ നമുക്ക് ഓരോ മിനിറ്റിലുമുള്ള മഴയുടെ അളവ് വേണം. നമ്മൾ വെച്ചേക്കുന്ന ഈ റെയിൻ ഗേജൊക്കെ ഒരു ദിവസം അളക്കുന്നതാണ്. അത് 1 മണിക്കൂറിൽ എത്ര മഴ പെയ്തു എന്ന് പറയത്തില്ല. അപ്പം ഞങ്ങളിത് ഓട്ടോമാറ്റിക് റെയിൻ ഗേജസ് ഒരു 5-10 എണ്ണം എറണാകുളം ജില്ലയിൽ തന്നെ പല സ്ഥലത്തും സ്ഥാപിച്ചു. ഭാഗ്യമെന്ന് പറഞ്ഞിട്ടാൽ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അതിൻ്റെ ആ ഒരു പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ട് സ്ഥാപിച്ച AWSലാണ് ഒരുപക്ഷെ കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ട, ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകും, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഇത് എവിടെയൊക്കെയോ നടന്നിട്ടുണ്ടാകും, പക്ഷേ രേഖപ്പെടുത്തിയ ആദ്യത്തെ മേഘവിസ്ഫോടനം നമ്മൾ ക്യാപ്ചർ ചെയ്തത് കളമശ്ശേരിയിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി വെച്ചിട്ടുള്ള AWS ആണ്. പക്ഷേ അതിൽ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് പറ്റിയത് അതിൻ്റെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ മാറി IMDയുടെ തന്നെ ഒരു AWS ഉണ്ട്, KSEBിൽ വെച്ചിട്ടുള്ള നമ്മുടെ KSEB ഓഫീസിൽ. അതിലും ഏകദേശം 100 മില്ലിമീറ്റർ മഴ 1 മണിക്കൂറിൽ ലഭിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേന് എല്ലാവരും കൺഫേം ചെയ്തു ക്ലൗഡ് ബസ്റ്റ് ക്യാൻ ഹാപ്പൻ എനിവെയർ ഇൻ കേരള എന്നുള്ള, എവിടെ വേണേലും സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അവിടെ സംഭവിച്ചത് കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് മഴ നിന്നു എന്നുള്ളതാണ്. ഈ മഴ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. സാറ് പറയുന്നത് വളരെ ഗൗരവമായ കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു പോയിന്റ്, ഡിനോസറുകളുടെ അപ്രത്യക്ഷമാകുന്നതിന് പിന്നിൽ പോലും ഒരു ക്ലൈമറ്റിക് ചേഞ്ച്, ഒരു ഇറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും മനുഷ്യർ വളരെ ഗൗരവമായി ഈ പ്രശ്നത്തെ കാണണം എന്നത് തെളിയിക്കുന്നതാണ് സാർ പറയുന്നത്. ഇപ്പോൾ കളമശ്ശേരിയിൽ അന്ന് പെയ്തത് 100 മില്ലിമീറ്റർ മഴ 1 മണിക്കൂർ. അതിനു മുമ്പ് കൊച്ചി നഗരത്തിൽ പെയ്ത മഴ ഇതൊരു ഒരു കുറച്ചുകൂടി നീണ്ടു നിന്ന് പെയ്താൽ നമുക്ക് എല്ലാം കൈവിട്ടാനേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്ക്, പിന്നെ അതിന് ശേഷം മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. സാർ, ഇവിടെയാണ് എനിക്ക് ഈ അടുത്ത് ഞാൻ കേട്ട ഒരു പ്രസംഗമുണ്ട്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ മനുഷ്യന് പകരം ഇപ്പം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമുള്ള ഈ മനുഷ്യൻ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് പകരം ജീവിതക്രമം മുഴുവനും മനുഷ്യർ, സാമൂഹിക ക്രമം മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതിന് പകരം മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കുറേ കൂടി ഒരു ഓർഡർ നമ്മുടെ പ്രകൃതിക്കും സമൂഹത്തിനും, കാരണം അവൻ ഒരിക്കലും ഈ സർവനാശത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യില്ല എന്നാണ് ഈ വളരെ വിശ്വവിഖ്യാതനായ ഒരാളുടെ പ്രസംഗമാണ് ഞാൻ പറയണത്. അങ്ങനെയാണെങ്കിൽ പിന്നൊരു പ്രശ്നമുണ്ടല്ലോ, മനുഷ്യൻ മാറണമല്ലോ. ഇത്രയും വലിയ ആഘാതം പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന നമ്മുടെ രീതികൾ അത് മാറണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്? നമ്മുടെ ജീവിത രീതിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഈ പുതിയ കാലത്തിൻ്റെ? കേരളത്തിൽ മാത്രമല്ല ഞാൻ പറയണത്, ലോകം മുഴുവനും. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു US വേ ഓഫ് ലൈഫ്, ഒരു അമേരിക്കൻ ഐക്യനാടുകളുടെ ജീവിത രീതി, ശരിയായ വിധത്തിൽ പറഞ്ഞാൽ ഒരു ഫുള്ളി ക്യാപിറ്റലിസ്റ്റ് വേ ഓഫ് ലൈഫ്, അതിനെ നമ്മൾ പകർത്തുകയാണ്. എന്നോട് ഞാൻ ഒരു അർബൻ പ്ലാനിങ്ങിൻ്റെ ഒരു ഉദാഹരണം പറയാം. എന്നോട് US നല്ലൊരു പ്ലാനർ എന്നോട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മേയർ, നിങ്ങളുടെ കുഴപ്പം നിങ്ങളിപ്പോഴും ഞങ്ങളുടെ പിറകെ നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം, ഞങ്ങൾ ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കോപ്പി അടിച്ച് ടെലിഫോണിലേക്ക് വന്നു.
അപ്പോൾ സത്യത്തിൽ മൊബൈൽ ഫോൺ വന്നിരുന്നു. നിങ്ങൾക്ക് നേരെ മൊബൈൽ ഫോണിലേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ പിറകെ വന്ന് ടെലിഫോൺ ഉപയോഗിച്ചിട്ട് പിന്നെ നിങ്ങൾ മൊബൈലിലേക്ക്. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് പരിപൂർണമായ ഇതിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ്. യൂറോപ്പിലെ പോലെ, സിംഗപ്പൂരിനെ പോലെ. പക്ഷെ നിങ്ങളുടെ പ്ലാനിങ് ഇപ്പോഴും പരമാവധി ഫ്ലൈ ഓവറുകൾ പണിയുക, വീതിയുള്ള റോഡുകൾ പണിയുക, വാഹനങ്ങൾ കൂടുതൽ, ഓരോരുത്തർക്കും ഓരോ വാഹനങ്ങൾ, ഇങ്ങനെ പോയി നിങ്ങൾ അവസാനം ഞങ്ങൾ യൂ ടേൺ എടുത്ത് തിരിച്ചു പോയി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വഴിയെ വരും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ മാറ്റേണ്ടത്? തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമാണ്. കാരണം നമ്മുടെ ഈ ആഗോള തലത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ആഗോള താപനത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ തേടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ ഹ്യൂമൻ ഫുട് പ്രിൻ്റ് കാണാൻ പറ്റും. ഒരു മാനുഷികമായിട്ടുള്ള ഒരു പാദമുദ്ര അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ അതിന് പറയാൻ കാരണം ഈ ഇത്രയും പ്രകൃതിയെ ദ്രോഹിക്കുന്ന ഒരു സ്പീഷീസ് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ മനുഷ്യൻ. പോലെ മനുഷ്യൻ മാത്രമാണ്. പ്രകൃതിക്ക് എതിരായിട്ട്, പ്രകൃതിയുടെ ഫങ്ഷനിങ് എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. കാരണം പണ്ട് ഇപ്പം ഞാൻ മുമ്പ് ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ വാക്ക് തന്നെ തെറ്റാണ്. അത് അല്ലല്ലേ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പണ്ട് കാലത്ത് ഈ ബയോസ്ഫിയറിൻ്റെ പാർട്ടായിട്ടാണ് ഈ മനുഷ്യനെയും കണ്ടിരുന്നത്. കാരണം ബയോളജി അതിനുശേഷം പുതിയ ഇപ്പോൾ സാറിന് അറിയാമല്ലോ, പുതിയ ആന്ത്രോസ്ഫിയർ എന്നും പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ആന്ത്രോപൊസീനിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു കാലഘട്ടം. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ 5 വംശനാശങ്ങളും ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെയാണ്. അത് നടക്കുന്നത് ബില്യൺസ് ഓഫ് ഇയർ എടുത്തിട്ടാണ്. ഇപ്പം ഓർഡോവീസിയൻ, ഡിനോവിയൻ പീരീഡിൽ 450 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചൂട് കൂടിയത് കൊണ്ട് വംശനാശം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തണുത്തു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം തണുത്തു പോകുന്നതാണ് എംഗൽസ് ഡയലക്റ്റിക്സ് ഓഫ് നേച്ചറിൽ കാണുന്നത്. അത് ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇന്റർഗ്ലേഷ്യൽ സൈക്കിളുണ്ട്. ചില അവസരങ്ങളിൽ അത് സ്നോബോൾ എർത്തായിട്ട് മാറും, അന്നേരവും വംശനാശം ഉണ്ടാകും. അപ്പം ആ സമയം അതൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിരിക്കും. ആ ഒരു സംഭവം അതൊക്കെ നടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തി. ഈ ഈവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ല. നിയന്ത്രണത്തിൽ ഈവൻ പ്ലേറ്റ് ടെക്ടോണിക്സ്, ഈ ഫലക ചലനങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മുടെ മൺസൂൺ മഴയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യൻ പ്ലേറ്റ് ഒരു 10 കോടി വർഷങ്ങൾ അല്ലെങ്കിൽ 50 കോടി വർഷങ്ങൾക്ക് മുമ്പ് 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയോടും അന്റാർട്ടിക്കയോടും ചേർന്നാണ്. അത് നമുക്ക് മൺസൂണില്ല, ഒന്നുമില്ല. അപ്പം നമ്മളിപ്പം ലോകവ്യാപകമായിട്ട് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കാലാവസ്ഥയ്ക്കൊരു 10 മില്യൺ അല്ലെങ്കിൽ 1 കോടി വർഷം അല്ലെങ്കിൽ 2 കോടി വർഷങ്ങൾക്ക് താഴെയുള്ള ഒരു സ്റ്റേബിൾ കാലാവസ്ഥയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതിനേക്കാളും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ, അപ്പം അതിനുശേഷം ഈ അത്തരം ജിയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സൊക്കെയാണ് പണ്ട് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കിയത്. പക്ഷേ അതുപോലത്തെ ഒരു ഫാക്ടറായിട്ട് മനുഷ്യൻ മാറി എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, മനുഷ്യനിപ്പം ഭൂമിയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു ഘടകമായിട്ട് മനുഷ്യൻ മാറി. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മാറി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആന്ത്രോപൊസീൻ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പുതിയ ഇത്. അത് എനിക്കതിനോട് വലിയ താല്പര്യം. ഇപ്പം വെസ്റ്റേൺ ഒരു പ്രൊപ്പഗൻഡയാണ് ഈ ആന്ത്രോപൊസീൻ. എന്നാൽ ആന്ത്രോപൊസീൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു മനുഷ്യമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന 800 കോടി ആൾക്കാരും 8 ബില്യൺ പീപ്പിളും ഇതിന് റെസ്പോൺസിബിൾ ആകുന്നുള്ള ഒരു റോങ് ആയിട്ടുള്ള സന്ദേശം ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ പൊളിറ്റിക്സ് കിടക്കുന്നത്. അവിടുത്തെ ഈ രാഷ്ട്രീയം, ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടുള്ള രാഷ്ട്രീയം കിടക്കുന്നത് അവിടെയാണ്. അപ്പം ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1850കൾക്ക് ശേഷമുള്ള വ്യാവസായിക വിപ്ലവമാണ്, ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇതിനു മുമ്പുള്ള റവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റീം എഞ്ചിനും ഒക്കെ അതൊക്കെ ആവശ്യമായിരുന്നു. കാരണം അത് കാരണമാണ് ഭൂമിയിലെ ഈ മനുഷ്യക്കടത്തും സ്ലേവറിയും ഒക്കെ നിന്നത്. അത് ആവശ്യമായിരുന്നു. പക്ഷേ 1880കൾക്ക് ശേഷം മറ്റേത് നടന്നത് യൂറോപ്പിലാണ്. അതിനുശേഷം നടന്നത് US-ൻ്റെ ഒരു ടേണായിരുന്നു. US-ൻ്റെ ടേൺ വന്നപ്പോഴത്തേനും അവർ കൂടുതലും ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചിട്ടുള്ള ഒരു റവല്യൂഷനിലേക്കാണ് പോയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പറയുന്ന GDP എവറി percentage of increase of GDP will emit corresponding amount of carbon dioxide to the atmosphere through fossil fuel എമിഷൻ എന്ന് പറഞ്ഞത്. അപ്പം ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചിട്ട് ഒരു മൂലധന ഉൽപ്പാദന ക്രമത്തിലേക്ക് ലോകം മാറിയതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ പോലെ ആഗോള താപനം എന്ന് പറയുന്നത്
ഫോസിൽ ഡ്രിവണായിട്ടുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ആഗോളതാപനം. അത് 1850-കൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള ഞാൻ സാർ ഈ പറഞ്ഞ റൈറ്റ് മൊമെൻറ്റിലൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരികയാണ്. കാരണം ഞങ്ങളുടെ ഒരു എൻ്റെ പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്ര പ്രമേയമുണ്ട്, CPIMൻ്റെ. കോഴിക്കോട് പാർട്ടി കോൺഗ്രസ്സിലാണ് അത് അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ പറയുന്നൊരു വാചകമുണ്ട്, നേരത്തെ മുതലാളിത്തം ക്യാപിറ്റലിസം യൂസ് ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ടു മീറ്റ് ദ ഡിമാൻഡ്സ്, ബട്ട് നൗ ക്യാപിറ്റലിസം പ്രൊഡ്യൂസസ് പ്രൊഡ്യൂസസ് ദ നീഡ്സ് ടു സെൽ ദെയർ പ്രോഡക്ട്സ് എന്നാണ്. അതായത് നേരത്തെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ഉൽപ്പാദനം നടത്തുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ആവശ്യങ്ങളെ മുതലാളിത്തം തന്നെ സൃഷ്ടിക്കുകയാണ്. നമുക്കില്ലാത്തൊരാവശ്യം, നമുക്കിപ്പോൾ ഒരു കാറ് വാങ്ങേണ്ടത് ആവശ്യമാണെങ്കിൽ വാങ്ങണം, പക്ഷേ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം പോലും വാങ്ങണം എന്നൊരു തോന്നൽ. സാർ കണ്ടിന്യൂ ചെയ്യാം. ഞാനത് എനിക്കൊരു പ്രത്യേക സന്ദർഭം തോന്നിയതാണ്. മനുഷ്യൻ്റെ ഇടപെടൽ ഇങ്ങനെയാണ് വന്നതെന്ന് സാർ പറഞ്ഞുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനം. അപ്പോൾ അതാണ് ഈ നമ്മൾ ഇപ്പം പലരും പറയുന്നുണ്ട് ഈ ക്ലൈമറ്റ് ക്രൈസിസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് എമർജൻസി ക്ലൈമറ്റ് ക്രൈസിസ്. യഥാർത്ഥത്തിൽ ക്ലൈമറ്റ് ക്രൈസിസ് അല്ല വരാൻ പോകുന്നത്. നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിക് ക്രൈസിസ് ആണ്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് പലതരത്തിലുള്ള യുദ്ധങ്ങളായിട്ടും ഇതെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മിഡിൽ ഈസ്റ്റ് നടന്നിട്ടുള്ളതും ഇപ്പം നടക്കുന്നതുമായിട്ടുള്ള യുദ്ധങ്ങൾ മൊത്തവും ഒരു പക്ഷേ നമ്മൾ ഇറങ്ങിച്ചെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ പരക്കം പാച്ചിലാണ് ഈ പറഞ്ഞ കാലാവസ്ഥയെ പോലും തകർക്കുന്നത് എന്നുള്ളതാണ്. തകർക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ. അപ്പം ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ അതിലെ രാഷ്ട്രീയം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഞാൻ 800 ബില്യൺ ആൾക്കാരും ഈ ആന്ത്രോപോസിനിയിൽ വരുന്നതുകൊണ്ടാണ് ഈ അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞാനൊരു ചോദ്യം. കാരണം ഞാനിത് പ്രൊഫസർ പ്രബീർ പുർക്കായസ്ഥയുടെ ഇതേപോലെ ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. നേരത്തെ അതിന് മുമ്പ് ഡോക്ടർ ജയറാമനൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പൊളിറ്റിക്സ് ഓഫ് ഈ എൻവയൺമെൻറ്റലിസത്തിൻ്റെ പൊളിറ്റിക്സിനെ അനാവരണം ചെയ്യുന്നു. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, കാർബൺ സ്പേസ്. ഞാൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ആളുകൾ കൂടി മനസ്സിലാവാൻ എന്താണ് കാർബൺ സ്പേസ്, എന്താണ് അത് നമ്മൾ എന്തുകൊണ്ടാണ് വികസ്വര രാജ്യങ്ങൾ അതിൽ തർക്കിക്കാൻ കാരണം, എന്തുകൊണ്ടാണ് അമേരിക്ക എല്ലാവരും ഒരേ സമയത്ത്. ഞാൻ അങ്ങയോടൊരു കാര്യം പറയാം. ഞാൻ മേയറായിരുന്ന 5 കൊല്ലവും കണ്ടിരുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ അവരോട് സംസാരിക്കാറുണ്ട് നേരിട്ട്. കാരണം ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരും വന്ന് നമുക്ക് എയ്ഡ് തരുന്നത് കുറച്ച് പീനട്സ്, നമ്മളിപ്പോൾ ഇംഗ്ലീഷുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ത്രോയിങ് സർട്ടൻ പീനട്സ് ടു അസ് എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ എൻവയൺമെൻറ്റൽ ഇൻ്റർവെൻഷൻ. നിങ്ങൾ സൈക്കിൾ ഓടണം, ഇപ്പോൾ നിങ്ങൾ മെട്രോന് കുറച്ച് പൈസ കൊടുത്തിട്ട് സൈഡിൽ നിങ്ങളെ സൈക്കിൾ ഓട്ടാൻ പ്രേരിപ്പിക്കുക. നിങ്ങൾ കൺവെൻഷണൽ എനർജി സോഴ്സസിലേക്ക്, പാരമ്പര്യ ഊർജ്ജ ഉൽപ്പാദനത്തിലേക്ക് പോവുക. ഇങ്ങനെ നമ്മളെ അവർ പലതും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവർ വ്യാവസായിക വിപ്ലവത്തിൻ്റെ അവർക്ക് കത്തിക്കാനുള്ള മുഴുവൻ കൽക്കരിയും കത്തിച്ചിട്ടാണല്ലോ അവർ പറയണത്. അതെ. അപ്പോൾ എന്താണ് കാർബൺ സ്പേസ്, എന്താണ് ഇനി അവശേഷിക്കുന്ന കാർബൺ സ്പേസ് എത്രയാണ്, അതിൽ നമ്മുടെ ജനസംഖ്യയ്ക്ക് ഉപയോഗിക്കേണ്ട കാർബൺ സ്പേസും കൂടി അമേരിക്കക്കാരന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള? അല്ല, അവിടെയും ആ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു ആളോഹരി, നമ്മൾ ഈ ടോട്ടൽ എമിഷനൊക്കെയാണ് ഈ മറ്റേ ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ നമ്മൾ ഉദാഹരണമായിട്ട് 1850-കൾക്ക് ശേഷം ഉള്ള കാർബൺ സ്പേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കാർബണിൻ്റെ 30% എമിറ്റ് ചെയ്തിട്ടുള്ള അമേരിക്ക മാത്രമാണ്. അതിൻ്റെ കൂടെ നമ്മൾ യൂറോപ്യൻ യൂണിയനെയും ജപ്പാനെയും ചൈനയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം 80% വരും. അപ്പോൾ അതാണ് ആ സ്പേസ്. ബാക്കി അവരെല്ലാവരും കൂടി 80% സ്പേസ് അവർ ഉപയോഗിച്ച് കഴിഞ്ഞു. അല്ല, ഇപ്പം ഇതുവരെ ഉള്ള മുഴുവൻ 80% അവർ 80% എന്ന് വെച്ചാൽ എക്സസ് ആയിട്ടുള്ള കാർബൺ അന്തരീക്ഷത്തിലേക്ക് പോയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 80% അവരാണ് തള്ളിയിട്ടുള്ളത്. അതിൽ 20% ഈ പറഞ്ഞ പോലെ ലോ ഇൻകം കൺട്രീസ്, ഈ പറഞ്ഞ പോലെ ഏഷ്യ, ആഫ്രിക്ക, പസഫിക് ഐലൻഡ് നേഷൻസ്, അങ്ങനെയുള്ള ഏഷ്യ ആഫ്രിക്കൻ റീജിയൺ. കാരണം ഏഷ്യയിലും ആഫ്രിക്കയിലും ആണല്ലോ ഏറ്റവും കൂടുതൽ ഈ ലോക ജനസംഖ്യയുടെ 2/3 ഭാഗവും ഏഷ്യയിലും ആഫ്രിക്കയിലുമായിട്ടാണ്. ഈ പസഫിക് ഐലൻഡ് ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ
യഥാർത്ഥത്തിൽ ഈ നമ്മൾ അത് അവിടെ സ്പേസിലേക്ക് വരികയാണ്. ഇപ്പം നമ്മൾ അവിടെ ഇപ്പോഴായാലും നമ്മൾ കണക്കാക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു നേഷൻ്റെ ഇപ്പം കറണ്ട് എമിഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ US ശകലം ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ലേ അവർ പീക്കിൽ പോയി തിരിച്ചു വന്നു. ആ സമയത്ത് അവർ ചെയ്യേണ്ട ഡാമേജ് എല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. പിന്നെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. മറ്റ് പല രാജ്യങ്ങളിലും പോയിട്ടാണ് എമിഷൻ അവർക്ക് വേണ്ട എമിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ യുദ്ധങ്ങളായാലും എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയാലും അവർ ഡീസെൻട്രലൈസ് ചെയ്ത് മറ്റ് ബൗണ്ടറി വിട്ടിട്ടുള്ള എമിഷനാണ് ഇപ്പം നടത്തിക്കൊണ്ടത്. അപ്പോൾ ആ രാജ്യത്തിന് നടക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പോഴത്തെ കറണ്ട് എമിഷൻ നോക്കിക്കഴിഞ്ഞാൽ US രണ്ടാമത്തെ 3ാമത്തെ സ്ഥാനത്തേക്ക് വന്നു. ഇപ്പം ചൈനയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയും മുന്നിലേക്ക് വന്നു. 6%. നേരത്തെ 3%, 6%. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഈ ഒരു എന്താ പറയുന്നത് ഒരു ഇക്വിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നത്. ഈ ഒരു സ്പേസിൽ ഈ ആളോഹരി എമിഷൻ നോക്കിക്കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ എമിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് സാറ് എക്സാക്ട്ലി തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു ആവറേജ് അമേരിക്കക്കാരൻ എമിറ്റ് ചെയ്യുന്നത് ഏകദേശം 16 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വലൻ്റ് ആണ് ഒരു വർഷം. അതേസമയം ആവറേജ് ഇന്ത്യക്കാരൻ പെർ ക്യാപിറ്റ നമ്മുടെ 150 കോടി ജനങ്ങളുണ്ട്. അപ്പം പെർ ക്യാപിറ്റ ഇന്ത്യൻ എമിഷൻ ഇന്ത്യക്കാരൻ്റെ എൻ്റെ സാറിൻ്റെയൊക്കെ എമിഷൻ എന്ന് പറയുന്നത് 2 ടൺ കാർബണേ ഇപ്പോഴും. കാരണം നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രൈബൽസും നമ്മുടെ ഈ ഇൻഡിജനസ് പീപ്പിളായിട്ടുള്ള ഈ ഫിഷർമെൻ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഫാർമേഴ്സും ഒക്കെ ഇപ്പം ഇതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെന്നുള്ളത്. ഇപ്പോൾ ഒരു വാഹനം ഇല്ലാത്ത ആൾക്കാരാണ് പലരും നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യയിൽ. അപ്പം എന്നാലും നമ്മുടെ ആവറേജ് എമിഷൻ എന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റ എമിഷൻ 2 ടണ്ണേ ആവുന്നുള്ളൂ. ഗ്ലോബൽ ആവറേജ് എന്ന് പറയുന്നത് 5 ടണ്ണാണ്. അപ്പം നമ്മൾ ഗ്ലോബൽ ആവറേജിനേക്കാളും താഴെയാണ് ഇപ്പോഴും. അപ്പോൾ ഇവിടെയാണ് ആ രാഷ്ട്രീയം കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ സ്പേസ് നമുക്കൂടെ ഉള്ള ഒരു സ്പേസ് ബാക്കിയുള്ളവരാണ് ഉപയോഗിച്ചതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാർബൺ ബഡ്ജറ്റൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ പറ്റിക്കുന്നതും ഈ എന്താ പറയുക ഇന്ത്യക്കാർ. കാരണം ഓൾറെഡി ആ ഡെവലപ്ഡ് നേഷൻസ് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഓൾറെഡി ചെയ്യാവുന്ന ഡാമേജ് എല്ലാം ചെയ്തു വെച്ചു. അത് ഇറവേഴ്സിബിളുമാണ്. അത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലാക്കി മാറ്റി. ഇതിലെല്ലാം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകളാണല്ലോ ശാസ്ത്രലോകം. അവരെല്ലാം ഈ അമേരിക്കൻ പ്രസിഡന്റിനെ പോലുള്ള ആളുകളോട് ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അവർ ഇതിൻ്റെ ബഡ്ജറ്റ് ഞങ്ങൾ കമ്മിറ്റ് ചെയ്ത പോലും ഞങ്ങൾ ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല, ഞങ്ങൾ വികസ്വര രാജ്യങ്ങൾ അവരുടെ കാര്യം നോക്കണം, ഞങ്ങൾ കൂടുതൽ പണം തരാൻ തയ്യാറല്ല എന്നൊക്കെ പറയുന്നത്? ഈ ലോകം സർവനാശത്തിലേക്ക് പോവുകയാണെന്നുള്ള ബോധ്യം ഇവർക്കില്ലേ? അവിടെയാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഈ ചെയ്ത പ്രവൃത്തിയുടെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കി വിട്ടത് ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റിക് ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മുതലാളിത്ത ആയിട്ടുള്ള മൂലധന ഉൽപ്പാദന ക്രമത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് കൂടുതലും അമേരിക്ക ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അവിടെയാണ് ഈ വൈരുദ്ധ്യം നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് മൊത്തവും ഈ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള തേർഡ് വേൾഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഈ കൺട്രീസിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകത്ത് അരങ്ങേറിയിട്ടുള്ള വലിയ ഈ ദുരന്തങ്ങൾ, കാലാവസ്ഥാ ദുരന്തങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് അത് ഈ വരൾച്ചയുടെ ഗണത്തിലായാലും ഈ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിലായാലും അതിതീവ്ര മഴയുടെ രൂപത്തിലായാലും ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ആഫ്രിക്കൻ കൺട്രീസിലും ഏഷ്യൻ റീജിയനിലാണ്, ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ്.